പറയുന്നത് അസ്റിന് ശേഷം പതിവാക്കേണ്ട 10 ആയത്തിൽ കുർസിയെ പറ്റിയാണ്. ഒന്ന് മരിക്കുന്നതിന് മുമ്പ് തൗബയോടുകൂടെ മരിക്കുക. തൗബയോടുകൂടെ മരിച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ദോഷമില്ല. അല്ലാഹു ആ ഭാഗ്യം തരണമേ റബ്ബേ. 2 ബറക്കത്തുൻ ഫീ റിസ്ഖിഹി, റിസ്ഖിൽ ബറക്കത്തുണ്ടാവുക. 3 സലാമത്തുൻ ഫീ ബദനിഹി, ഏതവസ്ഥയിലും അവന്റെ ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ കഴിയാ. മനസ്സിലായില്ലേ? 4 മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവനെ പറ്റി സ്നേഹം ഉണ്ടാവുക. 4 അള്ളാഹുവിന്റെ കാര്യത്തിൽ എപ്പോഴും യഖീൻ ഉണ്ടാവുക. ഏത് കാര്യത്തിലും, ദീനിയാ കാര്യത്തിൽ യഖീൻ, നിരീശ്വരവാദിയാവൂല. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. 5 യഖീനും ബിലാ ശക്കിൻ, യഖീൻ ഉണ്ടാവുക. ഒരേ ദീനിയാ കാര്യത്തിൽ സംശയമില്ല, യഖീൻ, നിരീശ്വരവാദിയാവൂല. 6 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടല്ലാതെ റൂഹ് പുറത്തു പോകൂല. 6 7 ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുക. 8 ഏടുകൾ അല്ലാഹു തആല വലത്തെ കയ്യിൽ കൊടുക്കുക. 9 യമുറു അല സിറാത്തി ത്വായിറാ, പറവേ പോലെ സിറാത്ത് കടക്കും. 9 10 യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കും.